ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അംജുക്ക, അഫ്സു, അഞ്ജു ഞങ്ങളെല്ലാവരും കൂടി രാവിലെ 5:30-6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ ഇതേ ആറ്റിങ്ങിൽ പോവാണ്, അംജുക്കാട് വീട്ടിൽ. അതായത് ഞങ്ങളെ വീട്ടിലേക്ക് ഞങ്ങൾ പോവാണ്. അംജുക്ക് ഇന്നലെ എത്തിയ വ്ളോഗ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്നലെ എത്തി, ഇന്ന് രാവിലെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അയ്യോ, ഞാൻ അതേ നൈറ്റ് ഡ്രസ്സ് ഇട്ട്, പീക്കൂസും ഞാനൊക്കെ അതേ നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ ഇറങ്ങുവാണ്. കാരണം റെഡി ആവുന്നൊന്നുമില്ല എഴുന്നേറ്റ് കാലം, അല്ലെങ്കിൽ നമ്മൾ എത്തുമ്പോൾ ഒത്തിരി ലേറ്റായി പോകും. ഞങ്ങളിതേ ഇവിടുത്തെ ഓരോ വിശേഷമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, പോണ വഴിക്കുള്ള. ടാറ്റാ. അയ്യോ, എന്താ കോലം! ഞാൻ ഇനി കൂളി ഗ്ലാസ് ഇട്ടോണ്ടാണോ? അല്ല, എന്തോ ഒരു പ്രശ്നം. ഞങ്ങളൊന്ന് പെട്രോൾ പമ്പിൽ കയറിയതാ ജ്യൂസ് ഒഴിക്കാൻ വേണ്ടിട്ട്. അവളിതേ പപ്പാനായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ഈ ചാട്ടം നിർത്തിയിട്ടില്ല. പീക്കൂസ് കിടക്കാതെ എന്താ സംഭവം, എന്താ ഇവിടെ മൊത്തത്തിലൊരു വ്യത്യാസം എന്നുള്ള സാധനത്തില്. നമ്മളിതേ പാലെത്തി. നല്ല രസമുള്ള സ്ഥലം കേട്ടോ, എന്ത് ഭംഗിയാ പാല, നല്ല രസമുള്ള. ഞങ്ങൾ കുറച്ചു നേരം പെട്രോൾ പമ്പിനോട് വെറുതെ ഇങ്ങനെ നിൽക്കുക. ഇനി വേണം, ഇനിയുണ്ട് കുറേ, ഇനിയുണ്ട് ഒരു 3-4 മണിക്കൂർ എന്തായാലും ഇരിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഈ വ്ളോഗ് ഇടുന്ന ഒട്ടും വിചാരിച്ചതല്ല. കാരണം ഇത് ഞാൻ വ്ളോഗ് എടുത്തു തുടങ്ങിയെങ്കിലും പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ജസ്റ്റ് ഞാൻ എൻ്റെ അംജുക്കാട് ഓർമ്മക്ക് എടുത്ത് വെച്ച കുറച്ച് വീഡിയോസൊക്കെ കൂടി ഞാൻ ചെയ്തതായിട്ട് നിങ്ങളെ വിശേഷം കാണിക്കാൻ. പീക്കൂസ് ഫുൾ അംജുക്കാട് ഇങ്ങനെ ഫുൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ ഫസ്റ്റ് ടൈമല്ലേ കാണുന്നത്, എന്നാലും അവൻ്റെ കൂടെ അടങ്ങിയിരിക്കുന്നുണ്ട്. കാരണം ആ ശബ്ദം അവൾക്ക് ഭയങ്കര ഫെമിലിയറാണ്. കാരണം വീഡിയോ കോൾ ഡെയിലി 24/7 അവന് ജോലി ഇല്ലാത്ത സമയത്തൊക്കെ ഇവളായിട്ടാണ് ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്നും. അപ്പോൾ ഇവൾക്ക് ആ ശബ്ദം ഭയങ്കര ഫെമിലിയറാണ്. അപ്പം ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു 2 ദിവസം ഫുൾ അംജുക്കാനെ കണ്ണുവിടാതെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അംജുക്കയാണെങ്കിൽ അവളെ നിലത്ത് വെച്ചിട്ടില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുക അവിടെ. നെഞ്ചത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അവൾ കാറിൽ അംജുക്കാടെ കയ്യിലിരുന്നിട്ട് ഉറങ്ങിയത്. ശരിക്കും അംജുക്ക അങ്ങനെ നോക്കി അംജുക്കാനെ നോക്കി അവൾ ഉറങ്ങി. അങ്ങനെ ഉറങ്ങി കഴിഞ്ഞപ്പോൾ അഫ്സൂവിനെ എടുക്കാൻ കൊതിയപ്പോൾ അവൾ ഉറങ്ങിയപ്പോൾ അംജുക്ക അഫ്സൂവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അഫ്സൂവിൻ്റെ നെഞ്ചത്ത് ഇരുന്ന് ഉറങ്ങുവാണ്. ഞാൻ ഇഡ്ഡലി കഴിക്കാം. ഞാൻ ഇഡ്ഡലി കഴിച്ചതിന് ഇവർ 3 പേരും അവളെ നോക്കി കളിപ്പിച്ച് ചിരിച്ചിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് എല്ലാവരെയായിട്ട് അവളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയുക, ചിരിക്കണമൊന്നുമില്ല, പക്ഷെ പഠിക്കുവാണ്. അംജുക്കാക്ക് ജെറ്റ് ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചേ. അപ്പോൾ ഞാൻ പീക്കൂസിനെ എടുത്ത്, ഇത് അംജുക്കാക്ക് വരുമ്പോൾ കൊടുന്നതാണ് അവൾക്ക്. അവിടുന്ന് വരുമ്പോൾ ക്യൂട്ട് പപ്പീനെ കൊടുന്നതാണ്. അത് കഴിഞ്ഞൊരു ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊരു 15 മിനിറ്റ് ആയിട്ട് വീണ്ടും എഴുന്നേറ്റ് അവളെ കളിപ്പിക്കാൻ തുടങ്ങി കേട്ടോ. ചൂട്, ഭയങ്കര ചൂട്. അപ്പം കുറച്ചൊക്കെ ഡ്രസ്സൊന്ന് ഞങ്ങൾ ഊരിക്കൊടുത്ത്. കാറിൽ AC ആവുമല്ലോ വെച്ചിട്ട് നമ്മൾ റോംബറൊക്കെ ഇട്ട് കൊടുത്തത്. പാർവതിയുടെ അയ്യോ, ഇത് അഞ്ജു എടുത്തൊരു വീഡിയോ ആയിരുന്നു. ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അവൾ എനിക്ക് അയച്ചു തന്നാണ്. പക്ഷേ ഞാനും അവൾ ഉറങ്ങുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു. അങ്ങനെ വലിയൊരു യാത്രയ്ക്ക് ശേഷം 8-8.5 മണിക്കൂർ എടുത്തോട്ടോ ഞങ്ങൾ ഓൾമോസ്റ്റ് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിത് എത്തി. കാരണം ബേബി ഉള്ളതുകൊണ്ട് നമ്മൾ പതുക്കെയാണല്ലോ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളിതേ നമ്മുടെ വീട്ടിലെത്തി. അംജുക്കാനായിട്ട് ഞാൻ ബേബിനായിട്ട് നമ്മൾ അവസാനം വീടെത്തി കേട്ടോ. അങ്ങനെ ഇനി വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാവേ. പോൻസി പീക്കു ചാക്കരി മുത്തുമണി
ഉള്ളൂ ഈ വീഡിയോയിൽ എന്ത് രസമാ. കിക്കിളിക്കാരിയാണ് ജംറൂട്ടി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇവിടെ പീക്കൂനെ ഹാപ്പിയാക്കിക്കൊണ്ടിരിക്കുവാണ്. എല്ലാവരും കളിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു. എനിക്ക് വയ്യ. ആ ദിവസം രാത്രി ഞാൻ ഒരിക്കലും മറക്കൂല. ഞങ്ങൾ ചിരിച്ച് ഞങ്ങൾ എന്തൊക്കെയാ അവിടെ ചെയ്ത് കൂട്ടിയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ. അമ്മാതിരിയായിരുന്നു കേട്ടോ. അയ്യോ, ഇതൊക്കെ ഞാനിങ്ങനെ ഓരോ വീഡിയോ എടുത്ത് വെച്ചതിൽ ജോയിൻ ചെയ്യിപ്പിച്ചതാണ്. ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറേ വീടെത്തിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അതുകൊണ്ടാണ് ഒരു പ്രോപ്പർ വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നി ഇതാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം ഇത് വളരെ റോ ഫയൽസാണ്. നമ്മൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചല്ലാത്തതുകൊണ്ട് വളരെ റോ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാം കേട്ടോ ഇവിടെ എത്തിയിട്ട്. അങ്ങനെ രാത്രി ആട്ടം പാട്ടം അങ്ങനെയൊക്കെ ആയിരുന്നു. അവൾ പപ്പയും ഒക്കെ അവിടെ നിന്ന് ഭയങ്കര ഇതായിരുന്നു. ഒരാൾ അത് നല്ല രസമായിരുന്നേ. Famous, I love you. I love you. I love you. I love you, Pikachu. അപ്പോഴേ താരിയിട്ട് കളിക്കാനോ കുറച്ച് ട്രിം ചെയ്ത് കളയും കിട്ടാൻ. ഞാനും ഹാപ്പി. അതെ, ഒരുപോലെ ഇവാനും ഓഫ് റോഡ് ചെയ്യുമ്പോൾ കുറയ്ക്കും. നെക്സ്റ്റ് ഡേ നമ്മളെല്ലാവരും കൂടി വിഴിഞ്ഞം വന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് അയ്യോ ഞങ്ങൾ സീ ഫുഡ് കഴിച്ചൊരു വഴിയായി. അടിപൊളിയായിരുന്നു. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം മറ്റേ ചിപ്പിയും മീൻമുട്ടയും. ചിപ്പിയും മീൻമുട്ടയും എന്ത് ടേസ്റ്റായിരുന്നു അത്. എനിക്കും അമ്മൂനും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിപ്പിയും മീൻമുട്ടയും കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടത്. എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങളെന്തായാലും ശരിക്കും ഫുഡ് എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡിനേക്കാളും കൂടുതൽ നമ്മളെല്ലാവരും കൂടി ഭയങ്കര രസമായിരുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ ദിവസത്തെ വിശേഷം. അതെ, സത്യം. പക്ഷെ പിന്നെ പൊരിക്കാൻ പറഞ്ഞാൽ അവര് പിന്നെ കരിച്ചു കഴിഞ്ഞു. ചിലപ്പോ ഹാർഡ് ആവുമായിരിക്കും അതിന്റെ മീറ്റ് അല്ലേ. രണ്ടാമത് ഫ്രൈ ചെയ്യുമ്പോൾ വീണ്ടും ഹാർഡാവും. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡേ അംജുക്ക അവൾക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൾക്ക് മേടിക്കാൻ വേണ്ടി പോയി. നമ്മളൊരു ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നു, മലേഷ്യക്കും പിന്നെ ബാലിക്കും ഒക്കെ. അങ്ങനെ 2 കൺട്രീസ് ആയിട്ട് അവളൊരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ ഇതേ അംജുക്ക അവൾക്ക് ഞങ്ങൾ മേടിച്ചിട്ട് ഞങ്ങളിതേ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. അതായത്
അങ്ങനെ നമ്മളിതേ മൂന്നാമത്തെ ദിവസം രാത്രിയാണ്, നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഇതേ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്തിരുന്നു. നമ്മളുടെ 3 പേരും പെട്ടി ഇവരിരുന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇവിടുത്തെ വിശേഷം കഴിഞ്ഞു. നമ്മൾ ട്രിപ്പ് പോകുന്നിടത്ത് ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല, അതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. ടാറ്റ ബൈ ബൈ.